ഹായ് ഫ്രണ്ട്സ്, ഡു ഇറ്റ് യുവർ സെൽഫ് ബൈ മിഥുൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെ ഒരു നാനോ അക്വാസ്കേപ്പിംഗ് ടാങ്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഈ ടാങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മുടെ ഒരു പഴയ ടാങ്കിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. നോർമൽ വാട്ടർ പ്ലാന്റ്സ് ഉപയോഗിച്ചാണ് നമ്മളിതിൽ ചെയ്യുന്നത്. കാർപ്പറ്റ് പ്ലാന്റ്സ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. ഇനി കൂടുതലൊന്നും പറഞ്ഞ് താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സോ നിങ്ങൾ ഈ കാണുന്നത് ഏതാണ്ട് ഒരാഴ്ച മുന്നേ നമ്മൾ ചെയ്ത ഒരു ഫർണിച്ചറാണ്, ഒരു ടേബിൾ. അപ്പോൾ ഇതിലത്തേക്കാണ് നമ്മൾ ഈ അക്വേറിയം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു പോർഷനിലാണ് അക്വേറിയം സെറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് വേണ്ടതൊരു തെർമോക്കോളാണ്. അപ്പോൾ ഗ്ലാസ് ബ്രേക്ക് ആവാണ്ടിരിക്കാനാണ് നമ്മളത് അങ്ങനെ ഒരു സാധനം ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ടാങ്ക്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ടാങ്കാണ്. സോ ഇതിലോട്ട് നമ്മൾ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ റിവർ സാൻഡാണ് നമ്മൾ ഈ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു ലെയറായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യിപ്പിക്കുക. റിവർ സാൻഡാണ് ഇതിൽ ചെറിയ രീതിയിലുള്ള ഒരു കൗഡങ്ങിൻ്റെ ചെറിയ രീതിയിലുള്ള പൗഡർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേളിലേക്ക് നമ്മൾ ഫ്ലുവൽ സോയിലാണ്, ഷ്രിം സ്ട്രേറ്റോ എന്ന് പറയും. നമ്മൾ ഓൺലൈനിൽ അവൈലബിൾ ആണിത്. അപ്പോൾ ഇതിനെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സോയിലിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇതിൽ ശരിക്കും ഒരു ട്രയാങ്കുലർ ഷേപ്പ് ഫോർമേഷനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രോപ്പർ ടൂൾസ് വേണമെന്നൊന്നും ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് കൈ യൂസ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഷേപ്പ് നിങ്ങൾക്ക് അതിൽ കൊണ്ടുവരാം. അടുത്ത് ഡ്രിഫ്റ്റ് വുഡ് വയ്ക്കുകയാണ്. ഡ്രിഫ്റ്റ് വുഡ് ഇത് ഓൾറെഡി ട്രീറ്റഡ് വുഡാണ്, വേറൊരു ടാങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് 2-3 ടൈപ്പിൽ നമ്മൾ വെച്ച് നോക്കുകയാണ് ഏതായിരിക്കും ഈ ടാങ്കിന് സ്യൂട്ടാവുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ടെട്രാ ഫിഷസാണ് ഈ ടാങ്കിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനെ വയ്ക്കുന്നതിനേക്കാളും ഈ വുഡ് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുകയാണെന്നുള്ളത് ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഐ തിങ്ക് അതെ, ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. സോ ഇത് മതി നമുക്ക്. സോ അടുത്ത് കല്ല്, സ്റ്റോൺസ് നമ്മൾ വയ്ക്കാൻ പോകണം. ഇത് നമ്മൾ റിവറിൽ നിന്ന് കളക്ട് ചെയ്ത പെബിൾസാണ്, സ്റ്റോൺസാണ്. സോ ഇതിലിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ റാൻഡമായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിതിൽ അറൗണ്ട് ഒരു 9 സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വാട്ടർ ഫില്ല് ചെയ്യണം. അപ്പോൾ വാട്ടർ ഫില്ല് ചെയ്യുമ്പോൾ ഒരുപാട് മെത്തേഡ്സിൽ നമുക്ക് വാട്ടർ ഫില്ല് ചെയ്യാൻ പറ്റും. നമ്മൾ വെള്ളം കുറച്ചൊഴിക്കുമ്പോൾ ഈ ചെറിയൊരു സെറ്റിൽമെൻറ്റ് നടക്കും. അപ്പോൾ നമ്മുടെ ഡ്രിഫ്റ്റ് വുഡൊക്കെ ചെറുതായിട്ട് ചരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ നമുക്കിതിൽ വരുന്ന വാട്ടറിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വെള്ളം അങ്ങനെ ഫില്ലാവുകയാണ്. അയ്യോ, പണി പാളി. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം മൊത്തം കലങ്ങും. കാരണം നമ്മൾ സ്റ്റോണിൻ്റെ മേലെയാണ് നമ്മൾ വെച്ച് വെള്ളം ഫില്ല് ചെയ്യുന്നത്. പക്ഷേ ഇതെങ്ങനെയോ അത് സോയിലോട്ടായി. സോ ഇപ്പോൾ ടാങ്ക് അത്യാവശ്യം നല്ല രീതിയിൽ കലങ്ങിയിട്ടുണ്ട്. സോ ഫിൽട്രേഷന് കുറച്ച് സമയമെടുക്കും, ഒന്ന് സെറ്റിലാവാനായിട്ട് കുറച്ച് സമയമെടുക്കും. സോ നമ്മുടെ ടാങ്കിൽ ഓൾമോസ്റ്റ് വെള്ളം ഫില്ലാവാറായി. നമ്മളിതിലൊരു ഹാങ്ങിങ് ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നത്. സോ വെള്ളം കുറച്ച് മേലെ വരത്തേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇതിലോട്ട് നമുക്ക് ഫിൽറ്റർ കണക്ട് ചെയ്യാം. ഇത് എക്സ്റ്റേണൽ ഹാങ്ങിങ് ഫിൽറ്ററാണ്, അധികം സൗണ്ടൊന്നും ഇല്ലാത്തൊരു ഫിൽറ്ററാണ്. അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് വെച്ച് നോക്കുകയാണ്. ഇത് റോക്സിൻ LED ലൈറ്റാണ്, ആ കമ്പനിയുടെ ലൈറ്റാണ്. സോ ഒരുപാട് വെള്ളം അത്ര ക്ലിയർ അല്ല ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പ്ലാന്റ് ഫിക്സ് ചെയ്യാം. ഈ കാണുന്നതെല്ലാം നമ്മുടെ നോർമലായിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന റിവറിലെ പ്ലാന്റ്സ് ആണ്, അല്ലാണ്ട് പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് അല്ല. സോ പ്ലാന്റ്സിൻ്റെ അപ്പോൾ അടുത്ത് നമ്മൾ ഗ്രാസ് ടൈപ്പിലുള്ളൊരു പ്ലാന്റ് വയ്ക്കുകയാണ്. ഇപ്പോൾ ഞാൻ ട്യൂസറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ട്യൂസർ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമല്ല, നിങ്ങൾക്ക് കൈ യൂസ് ചെയ്യാം. അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് മേലെ വന്ന് തിരിച്ചെടുത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്യാം. സോ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇവിടെ ഒരു ഹീറ്റർ ഫിക്സ് ചെയ്യുന്നുണ്ട്, കാരണം ഞാനിപ്പോൾ ഊട്ടിയിലാണ്. നമ്മുടെ ഊട്ടി ക്ലൈമറ്റ് അനുസരിച്ച് വെള്ളം പെട്ടെന്ന് കോൾഡ് ആവും. സോ ഒരു ഹീറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഫിഷസ് ഇപ്പോൾ ഇവിടെ മേലെ വയ്ക്കുന്നുണ്ട്. കുറച്ച് നേരം ഫിഷസിൻ്റെ ടെമ്പറേച്ചറും നമ്മുടെ ഓൾറെഡി ഉള്ള ടാങ്കിലെ ടെമ്പറേച്ചറും സെയിം ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഫിഷസിനെ വിടുന്നുണ്ട്. ടെട്രാസാണ്, ബലൂൺ ടെട്രാസും നിയോൺ ടെട്രാസുമാണ് നമ്മളിതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മൊത്തം 4 പേരുണ്ട്. സോ അങ്ങനെ ടാങ്ക് റെഡി.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളിതിൽ കാർപ്പറ്റ് പ്ലാന്റ്സ് ഇടാത്തതിന് കാരണം ഒന്ന്, അതിൻ്റെ ലൈഫ് സ്പാൻ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം റിവർ സാൻഡ് മാത്രം യൂസ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ ഓൾറെഡി ഈ സോയിൽ ഉള്ളതുകൊണ്ട് ബ്ലാക്ക് സോയിൽ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. സോ നിങ്ങൾ ഈ ചാനൽ പുതുതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സി യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ ബൈ.